സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രധാനമായും 100 സീറ്റ് കിട്ടും എന്നാണ് വി.ഡി. സതീശൻ വെല്ലുവിളിച്ചുകൊണ്ടാണ്. BJP 30 സീറ്റ് കിട്ടുന്നതാണ്. അപ്പം 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 130 പോയാൽ 10 സീറ്റാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് മാറ്റിവെച്ചുള്ളത്. അതിനവർ പറയുന്നത് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം എന്നാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭരണം നടത്തുന്നത് കേരളത്തിലാണെന്ന് കേരളത്തിലെ വോട്ടർമാർക്കറിയാം. അതുകൊണ്ടാണ് അസംബ്ലി ഇലക്ഷനിൽ ഒരു വോട്ടും പാർലമെൻറ്റ് ഇലക്ഷനിൽ വേറൊരു വോട്ടും ചെയ്യുന്നത്. കാരണം 40 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന കാലത്തും 62 സീറ്റ് ഇടതുപക്ഷത്തിന് കേന്ദ്രത്തിൽ കിട്ടിയ കാലത്തും കേരളത്തിലെ വോട്ടർമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഔട്ട് ചെയ്ത് 18 ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പുകളിൽ 2 മാത്രമാണ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കേരളത്തിൽ കിട്ടിയത്. 16 മറ്റ് UDFനാണ് ഭൂരിപക്ഷം കിട്ടിയത്. എന്നാൽ അസംബ്ലി ഇലക്ഷൻ നേരെ വിപരീതമാണ്. ഇപ്പോൾ കഴിഞ്ഞ 16 ആയാലും 16 ആണെങ്കിലും 21 ആണെങ്കിലും നമുക്ക് അറിയാൻ കിട്ടും. ഇപ്പോൾ 2019 പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടിയേക്കാൾ കോൺഗ്രസ്സിന് 6 ലക്ഷം കുറഞ്ഞു. 24 ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് 4 ലക്ഷമേ കുറഞ്ഞുള്ളൂ. എന്നാൽ BJPക്ക് വലിയ രീതിയിൽ കൂടി. എന്നാൽ അസംബ്ലി ഇലക്ഷനിലെ സീറ്റ് എന്താ? അസംബ്ലി ഇലക്ഷനിലും പാർലമെൻറ്റ് ഇലക്ഷനിലും മാറി മാറി ചെയ്യാനുള്ള ഒരു മെയ്വഴക്കം കേരളത്തിലെ വോട്ടർമാർ നേടിയെടുത്തു എന്നുള്ളതാണ്. അത് 100% ശരിയാണെന്നുള്ളത് വേറെ കാര്യം, വേറെ പരിശോധിക്കേണ്ടതാണ്. ഇന്ന് പോയിട്ടുള്ളവരേക്കാൾ കൂടുതൽ പാർലമെൻറ്റിൽ ഇവിടെ നിന്ന് കുറേ നല്ല ഉശിരന്മാർ പോയിരുന്നുവെങ്കിൽ അവിടെ BJPയെ അവർ കൊണ്ടുവരുന്ന ഓരോ നയങ്ങളെയും പല്ലും നഖവും എതിർക്കാൻ കഴിയുന്നൊരു ടീം അവിടെ ഉണ്ടാകുമായിരുന്നു. ഇന്നത് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം 1980 മുതൽ BJPക്ക് അനുകൂലമായി RSSന് അനുകൂലമായി കോൺഗ്രസ് നിലപാടെടുത്തതിൻ്റെ ഭാഗമായി ഇന്ത്യ മുഴുവൻ മരുഭൂമിയായിട്ട് കോൺഗ്രസ്സിൽ നിന്ന് ജനങ്ങൾ ഒഴുകിപ്പോയി എന്നുള്ളതാണ്. ന്യൂനപക്ഷം ആദ്യം പോയി, മറ്റ് ജനങ്ങൾ പിന്നെ പോയി. ഇന്ന് കേരളത്തിലെ തുരുത്തിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം അതിപ്പോൾ നമുക്ക് പരിശോധിച്ചറിയാം. ആകെ 94 ലക്ഷം വോട്ടാണ് 2021 അസംബ്ലി ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത്. 83 ലക്ഷം വോട്ട് മാത്രമാണ് UDFന് കിട്ടിയത് 2021 അസംബ്ലി ഇലക്ഷനിൽ. വെറും 25 ലക്ഷം വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയത് 2021 ഇലക്ഷനിൽ. അത് നമ്മൾ 140 മണ്ഡലങ്ങളിലേക്ക് വീതിച്ചാൽ 66,000 വോട്ട് ഇടതുപക്ഷത്തിനും 59,000 വോട്ട് BJPക്കും UDFനും. അത് മലപ്പുറം ജില്ല ഉൾപ്പെടെയാണ് പറയുന്നത്. ഈ 59 ലക്ഷം ശരാശരി കൂട്ടുമ്പോൾ മലപ്പുറം ജില്ലത്തെ ഓവർ വോട്ട് ലീഗിന് കിട്ടുന്ന കുറേ മണ്ഡലങ്ങളവിടെ 10ഓളം മണ്ഡലങ്ങളുണ്ട്, 9ഓളം മണ്ഡലങ്ങളുണ്ട്. അതിൻ്റെയും കൂടി വോട്ട് കൂട്ടുമ്പോൾ എന്നാൽ വെറും 18,000 വോട്ട് മാത്രമാണ് ഒരു മണ്ഡലത്തിൽ BJP കിട്ടിയത്. ഇത് ആ രീതിയിൽ തന്നെ തുടരും. അത് പാർലമെൻറ്റ് ഇലക്ഷനിൽ തുടർന്ന പോലെ ഞങ്ങൾക്ക് ഈ രീതിയിലായി ഇടതുപക്ഷത്തിനെ വെറും 10 സീറ്റാക്കി മാറ്റും എന്ന കള്ളപ്രചരണം ഇവിടെ നടത്തിവിടുന്നുണ്ട്. കള്ളപ്രചരണത്തിലാണ് പലരും നിലനിൽക്കുന്നത്. എന്നാൽ ഈ വസ്തു എന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണത്തിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം, ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുള്ള അഴിമതി കുറവ്, ഭരണതലത്തിലുള്ള അഴിമതി ഇല്ലായ്മ, അതുപോലെ തന്നെ വികസനങ്ങൾ, ഇപ്പോൾ എല്ലാ മേഖലയിലുള്ള ഇച്ഛാശക്തിയോടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പശ്ചാത്തല സൗകര്യത്തിൻ്റെ വാഹനം ഓട്ടുന്നവർക്കറിയാം. ദൂരെ യാത്ര ചെയ്യുന്നവർക്ക് ഡീസലോ പെട്രോളോ കുറവുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് കുറവുണ്ട്. വിചാരിച്ചൊക്കെ കൂടുതൽ സമയത്ത് എത്താം. അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റം, വ്യവസായ മേഖലയിലുള്ള മാറ്റം. കേന്ദ്രത്തിന് 58% പൊതുകടം, ഇവിടെ 32% ഉള്ളൂ. 40% കൂടാൻ പാടില്ല. പക്ഷേ 58% കേന്ദ്രത്തിൻ്റെ പൊതുകടം, കേരളത്തിൽ 32% ഉള്ളൂ. വേണമെങ്കിൽ 40% വരെ കട, പക്ഷേ അവരനുവദിക്കുന്നില്ല. കാരണം സാമ്പത്തികമായിട്ട് ഞെരുക്കി ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ നമ്മുടെ പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളൊക്കെ ഓൺലൈൻ സംവിധാനത്തിൽ കൊണ്ടുവന്നതോടുകൂടിയിട്ട് ജനങ്ങളുടെ ഒരുപാട് ഈ ഓഫീസിൽ കയറി ഇറങ്ങുന്നതിൻ്റെ ഒരുപാട് ദുരിതം മാറിയിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ലീഗൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി 60 ദിവസം കൊണ്ട് എൻ്റെ മൊബൈലിൽ വന്നു ലീഗലെയറിന്. 8-9 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനമാണ് മുൻപ്. അതാണിപ്പോൾ വെറും 60-ാം ദിവസം എൻ്റെ മൊബൈലിൽ സാധനം വന്നു. 45 ദിവസമാണ് പറയുന്നെങ്കിലും അതൊരു ഇലക്ഷൻ്റെ സമയമായതുകൊണ്ടാണ് 60 ദിവസമാകുമ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിൽ വന്നു. ഞാനതൊന്ന് ഫോട്ടോസെറ്റ് എടുത്താണ്. അപ്പോൾ ഇതൊക്കെ മാറ്റം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ച വരാനും ഈ വിരുദ്ധ വികാരം എന്ന് പറയുന്നത് ആ വിഭാഗത്തിൽ ജീവിക്കുന്ന അതുമായി വന്ന്
നടന്നിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന നട്ടാണ് എന്നുള്ളത് നല്ലൊരു ശതമാനം ജനങ്ങൾ വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് അഴിമതി. ഇപ്പം നമുക്കറിയാം 50 ലക്ഷം രൂപയ്ക്കാണ് യങ് ഇന്ത്യ എന്നുള്ളൊരു കടലാസ് കമ്പനി ഉണ്ടാക്കി നാഷണൽ ഹെറാൾഡിൻ്റെ പണം മുഴുവൻ 2 വ്യക്തികളുടെ കയ്യിൽ, ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് 10 പൈസ കൊടുത്തത്. അതാണ് കേന്ദ്ര നേതൃത്വം. ആ കേന്ദ്ര നേതൃത്വത്തിനാണ് ഇവിടുന്ന് പരാതി പറഞ്ഞു പോകുന്നത്. ഇവിടുത്തെ സ്ഥിതി എന്താ? 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കോൺഗ്രസ്. ഒരു വീടുമില്ല. 1000 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 18 വെള്ളപ്പൊക്കത്ത് പറഞ്ഞ് 1000 വീട് വെച്ച് കൊടുക്കാം, ഒരു വീടുമില്ല. ഇപ്പം 30 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ യുവജന സംഘടന, അതുമില്ല. അതിലും കഷ്ടം ലീഗാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ വലിങ്ങനെ വേദനിപ്പിക്കാതെ വിമർശിക്കാതെ ഇങ്ങനെ പോവുകയായിരുന്നു. പക്ഷേ അവരുടെ അഴിമതി കണ്ട് സഹിക്കാൻ കഴിയാണ്ട് ഇപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ വിമർശനം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നവമാധ്യമങ്ങൾ തുറക്കാൻ കഴിയില്ല, അമ്മാരി വിമർശനമാണ്. എന്താണ്? ഏത് ഫണ്ട് പിരിച്ചാലും ആരോടായി ഫണ്ട് പിരിക്കുന്നത്? ഒറിജിനൽ വിശ്വാസികളോടാണ് ഈ ഫണ്ട് പിരിക്കുന്നത്. ഒരു ദുരിതം കാണുന്ന സമയത്ത് സ്വന്തം വാഹനം വിളിച്ച് മുലപ്പാൽ ചുരന്നു കൊടുത്ത അമ്മമാരുടെ നാട് അല്ലേ? വയനാട്ടിൽ സ്വന്തം വാഹനത്തിലാണ് പോയത്, ഭാര്യയും ഭർത്താവും കൂടെ. കുട്ടികൾ, അമ്മമാർ മരിച്ച മക്കൾക്ക് മുലപ്പാൽ ചുരത്തി കൊടുക്കുക. കുട്ടികളെ ദത്തെടുക്കാമെന്ന് പറഞ്ഞു. അമ്മേനെയോ അച്ഛനെയോ ഒരാളെ ഞങ്ങൾ ദത്തെടുക്കാം. അങ്ങനെയുള്ള ഒരു കേരളീയ മനസ്സിനെയാണ് അവർ ഈ പണം വാങ്ങിയിട്ട് ഈ പണം പിരിച്ചിട്ട് സ്വന്തം പോക്കറ്റിലാക്കുന്ന രീതി വന്ന സമയത്ത് ലീഗിന് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള വിമർശനമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വയനാട്ടിലുള്ള വീട് പണി എന്ന സ്ഥിതിയിൽ ഗവൺമെൻറ്റിനെ വിശ്വാസമില്ലാണ്ടാണ് ഞങ്ങൾ ഈ പണം, അതിപ്പോൾ വലിയ വിഷയം നടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ നിന്ന് പിരിക്കാൻ പോയിട്ട് കിട്ടിയത് വളരെ കുറച്ച് പൈസയുള്ളൂ. 84 88 ലക്ഷം ഉറുപ്പിക കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വേറെ വിമർശനം. ഇങ്ങനെ വരുന്ന സമയത്ത് ആരാണ് ഈ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇവർക്ക് BJPൻ്റെ സ്ഥിതി എന്താ? മറ്റേ കുഴൽപ്പണം മാത്രമല്ലല്ലോ, എന്തെല്ലാം ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ KPCC ട്രഷറർ തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കാരണം വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു പൈസ റെസീറ്റ് കൊടുക്കില്ല, വോച്ചർ കൊടുക്കില്ല. വയനാട്ടിൽ പടി നടക്കുക. അവിടെ ഒരു പ്രസിഡൻറ്റിനെയാണ് അടിച്ചതായിട്ടിട്ട്. പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ അംഗീകാരമുള്ളൊരു മനുഷ്യരായിരുന്നു കോൺഗ്രസിൻ്റെ പണ്ട് കാലത്ത്. ഇന്ന് അദ്ദേഹത്തെ വേദിയിൽ വെച്ച് അടിച്ച് അവർ താഴെ വീഴുക. അദ്ദേഹം അവിടെ ഒരു ശുദ്ധനായ കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം അവിടുത്തെ DCC ട്രഷറർ, അദ്ദേഹം മാനവേഷം കൊടുത്തു. ഇതൊക്കെ വലിയ വിശ്വാസ്യത ഇവിടുത്തെ ഭരണവർഗ പാർട്ടികളിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതിയുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി വിശ്രമരഹിതമായി പണിയെടുക്കുന്നു. മുഴുവൻ മന്ത്രിമാരെ കൊണ്ടും അധ്വാനിപ്പിക്കുന്നു. മന്ത്രിമാർക്ക് 11 മുതൽ 16 വരെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള പോലെ 20 മുഖ്യമന്ത്രിമാരായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് കീഴിലുള്ള മന്ത്രിമാരും ഒരു വകുപ്പും അന്യോന്യം അസ്വാരസില്ല, യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടാണ് എന്തൊക്കെയോ നിയമനിർമ്മാണങ്ങൾ കേരളത്തിൽ മാറ്റിത്തീർത്തത്. പുതിയ ടീമിൻ്റെ അറിവ്, അവരുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള അറിവ്, ഈ പുതിയ ടീം മന്ത്രിമാർ അവരൊക്കെ അത് വലിയ രീതിയിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പല മേഖലയിലും വലിയ മാറ്റങ്ങൾ, ഞാൻ ഓരോന്നെടുത്ത് പറയല്ല, മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ യുവാക്കളുടെ തള്ളിക്കയറ്റം, ഇടതുപക്ഷത്തിൻ്റെ യുവാക്കളുടെ പേര് തന്നെ പണ്ട് സ്ഥാനത്തുള്ളവരെ അറിയില്ലായിരുന്നു. അത് പാർട്ടിക്കാർക്ക് അറിയാമെന്നല്ലാതെ ഇന്ന് SFI DYFI രംഗത്തുള്ള യുവാക്കളുടെ പേര് മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ശരിക്കും അവരുടെ അറിയാം. എന്താ കാര്യം? അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനം. അതിൻ്റെ ഒരു വിമർശനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PJ കുര്യനുള്ളവരെ പോലുള്ളവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ത്യാഗസന്നദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം യുവാക്കൾ ഉയർന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ അവർ തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള നേതൃത്വം ഉണ്ടെന്നുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന കേഡർമാർ, ഇതെല്ലാം ഈ കേരളത്തിലെ പുതിയ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തായാലും അസംബ്ലി ആണെങ്കിലും വലിയ മുന്നേറ്റം, കേരളത്തിലെ ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പ്, കേന്ദ്രത്തിൽ എങ്ങനെയാണോ അനുകൂലമായി വോട്ട് ചെയ്തത് ഒരു ഉറച്ച ഗവൺമെൻറ് എന്നുള്ളതിൽ, ഈ പ്രതിപക്ഷത്തെയാണോ ഈ ലീഗിനെയും ഈ കോൺഗ്രസിനെയും വിശ്വസിച്ച് വോട്ട് ചെയ്താൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താവും എന്ന് വിശ്വസിക്കുന്ന 70% വരുന്ന ഇടത്തരക്കാരിലടക്കം
ആ ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ സമ്പൽ സമൃദ്ധമായ, ഇന്ത്യക്കും കേന്ദ്രത്തിൻ്റെയും ഭരണത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള, എല്ലാവരും ജോലിയെടുക്കുന്ന, എല്ലാവരും ഒരുവിധം മോശമല്ലാത്ത രീതിയിൽ ജീവിതം തുടരുന്ന ഈ വിഭാഗത്തിൻ്റെ ഇടയിലെ വലിയ അംഗീകാരം ഈ 9 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണവർഗ പ്രസ്ഥാനം ഭരിക്കുന്ന 97% MLA-മാരും MP-മാരും കോടീശ്വരന്മാർ ഭരിക്കുന്ന, നയരൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന വടക്കേ ഇന്ത്യയിലെ ഈ കേന്ദ്ര ഭരണത്തിന് കീഴിൽ ഒരു സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ പോരായ്മകളുണ്ടാവും, ഒറ്റപ്പെട്ടതൊക്കെ. അതിനെ കണ്ടെത്താനും തിരുത്താനും കഴിവുള്ളൊരു പ്രസ്ഥാനമാണ്, ഇവരാണ് ഇനിയും ഭരിക്കേണ്ടത് എന്നുള്ള ധാരണയിലേക്ക് കേരളത്തിലെ വോട്ടർമാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മൾ ആനുകാലിക ഈ വർത്തമാനകാലത്തെ വിശേഷം എന്നാണ് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്പം നീണ്ടുപോയിട്ടുണ്ട്, മുഴുവൻ കേൾക്കണം. എന്തെങ്കിലും ഈ പറഞ്ഞതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നന്നായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ഒരു ശ്രമമാണ്. ഓക്കെ.